ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കർദുങ്കിലേന്ന് നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, പുളു വില്ലേജ്. അവിടെ ഇറങ്ങി ചായ കുടിച്ചു. ഇനി മാഗിയും കൂടെ പറയണം. മാഗി കാരണം ഒന്നും കഴിച്ചില്ല രാവിലെ. ഇനി വെക്കാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല, സമയമെടുക്കും. അപ്പോൾ ഇത് ഫുള്ള് മഞ്ഞാണ് ചുറ്റും. ഇവിടെ പട്ടാള ക്യാമ്പാണ് പുറകിൽ. ഇവിടെ ഇങ്ങനെ കടകളിങ്ങനെ ഉണ്ട്, ഷോപ്പുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ടുണ്ട്. ചായ എടുത്തു. എന്റെ പേര് റെക്സിൻ എന്നാണ്. പിന്നെ ഇവിടെ 12 മാസം ഇവിടെ കടയാണ്. മഞ്ഞ് മൂടുമ്പോഴും എല്ലാം കട തന്നെയാണ് പറഞ്ഞത്. ഇതാണ് ഇവന്റെ കേന്ദ്രം. ഇതിനകത്തും കിടക്കുന്നു കടകളെ കാര്യങ്ങൾ എല്ലാം ഇവിടെയാണ്. ഇപ്പം മാഗി ഉണ്ടാക്കാൻ പറഞ്ഞു. 5 മാഗി പറഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു 4 മാഗി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കിട്ടത്തില്ല. കാരണം ഇത്രയും ദൂരമല്ലേ ഇവിടെ മാഗി വരുമ്പോഴത്തേക്കിനും. സാധാരണ നമ്മുടെ 10 രൂപയുടെ ഒരു മാഗി ഇവിടെ ഉണ്ടാക്കുന്നതിന് 50 രൂപയാണ് ചുമ്മാ ഉണ്ടാക്കി തരുന്നത്. അതിനകത്ത് പച്ചക്കറി ഇട്ട് വരുമ്പോൾ 70, മുട്ട ഇട്ട് വരുമ്പോൾ 100, ചിക്കൻ ഇട്ട് വരുമ്പോൾ 150 ആ റേഞ്ചിലേക്ക് പോകും. ആണ് നമുക്കിപ്പോൾ രാവിലെ ടൈമില്ല. ഇനി വണ്ടി അത് സ്റ്റവ് വെച്ച് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനാണെങ്കിൽ ഇവിടെ കുറച്ച് സമയമെടുക്കും. നമുക്കിപ്പോൾ അതിന് ടൈമില്ല, നമുക്ക് കുറച്ച് ഓടാനുണ്ടെന്ന്. കാരണം അവനുണ്ടാക്കിയ കൂട്ടത്തിൽ ഞങ്ങളുടെ മാഗി ഇങ്ങോട്ട് അടിച്ചു കയറ്റി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നൂഡിൽസിലേക്ക് മാറ്റി. അവൻ ആ സാധനം നമ്മുടെ കൂടെ കൊടുത്ത കാരണം ആവശ്യത്തിന് ക്വാണ്ടിറ്റി കിട്ടി, അല്ലെങ്കിൽ ആവശ്യത്തിന് കിട്ടത്തില്ല. ചെല്ലട്ടെ, 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. സാംസങ് മറ്റേ ഡ്രൈവ് അതുകൊണ്ടൊക്കെ കാണാൻ അവന്റെ ക്യാമറ കിട്ടും കേട്ടോ. നമ്മൾ റോക്താങ്ങിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് തുർത്തുക്കിലേക്കുള്ള. അടിപൊളി വഴിയാണ്. നമ്മുടെ ഈ മലയ്ക്കൊക്കെ ഇടയ്ക്കൂടുള്ള വഴികൾ. ഇതിനിടയ്ക്ക് ഗ്രാമങ്ങൾ നമുക്ക് കാണാം. നല്ല റോഡ്, ടാറിങ് എല്ലാം BRO നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല രസം യാത്ര ചെയ്യാൻ തന്നെ. നമ്മൾ 200 രൂപയ്ക്ക് മേടിച്ചു. ഇപ്പൊ ഉപയോഗിക്കാനല്ലോ. ഈ പലരും നമ്മളിങ്ങനെ ഈ യാത്രാ കാര്യങ്ങൾ ഈ ലഡാക്ക് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ പലരും പറയും മട്ടാണ്, അതാണ്, പൈസ കളയാനാണ്, ഇങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഇതുപോലൊരു റോഡിൽ കൂടി ഈ ഡ്രൈവിങ് താല്പര്യമുള്ള ആളുകൾ, ഡ്രൈവ് ക്രൈസുള്ള ആളുകളൊക്കെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. അതൊരു സഫലമാകുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ട്. നമ്മൾ കഴിച്ച ആഹാരവും കണ്ട കാഴ്ചകളും മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. വേറെ ഒന്നും എല്ലാം സ്വന്തമായിട്ടുള്ളൂ. ഇട്ട തുണി പോലും ഇല്ലല്ലോ. കഴിച്ച ആഹാരം വയറ്റിൽ കൊണ്ട്, കണ്ട കാഴ്ച മനസ്സിൽ കൊണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ, അത് പിടിക്കുന്നില്ല അതിനകത്ത്. എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, എനിക്ക് ഒരാൾ കാറാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അയാളുടെ കോട്ടുകളൊക്കെ നിർത്തണമെന്ന് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സന്തോഷ് ജോർജ് കൊടുക്കുന്ന സാർ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞു നമ്മൾ എന്താ പറയാ, ഇതെല്ലാം കാണണം എന്നൊരു ആഗ്രഹം മൂത്ത് അങ്ങ് അബുദാബിന്ന് വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് നല്ലൊരു റോഡ് കിട്ടിയപ്പോൾ അതിൻ്റെയും കൂടെ ഒന്ന് വീഡിയോ റെഡിയാക്കി വെച്ചു. അടുത്ത വീഡിയോ ബാക്കിയുള്ള കഴിച്ചാകാരം നിനക്ക് എവിടെ പിടിക്കാൻ നീ
കഴിക്കുന്ന രാജ്യത്തെ പോവാണ്. ഏതാടാ നീ ഇടയ്ക്ക് എവിടെയെങ്കിലും വരുമോന്ന് അറിയത്തില്ല. നല്ലപോലെ മഞ്ഞ് വീണ വിഷയം വരുള്ളൂ, അതായി കുഴപ്പം. ഞങ്ങള് ഇവിടെ നിന്ന് വണ്ടി നിർത്തിയതായിരുന്നു. അപ്പോഴത്തേക്കിനും ചുറ്റും നല്ല ഉരുളം കല്ലുകളാണ്. ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കല്ലുകൾ പെറുക്കും. സാധാരണ മലയുടെ മുകളിൽ നിന്നാണ്. പ്രാവശ്യം ഇവിടെ മൊത്തം കല്ലുകളാണ്. ഞങ്ങളവിടെ നിന്നിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുക. കിട്ടിയോ?
ഇവിടെ എന്തോ പരിപാടി, നമ്മളിങ്ങോട്ട് വന്നപ്പം റോഡ് ബ്ലോക്ക്, എന്നാന്നറിയത്തില്ല. പോരാ ഓക്കെ, ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വീഡിയോ നമ്മൾ സമ്മതിക്കുമല്ലോ. സിനിമയാണ് നമ്മളെ എടുക്കുന്നത്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. പയ്യെ 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 ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ. ഷൂട്ടിംഗ് ആണ്. വണ്ടി എന്ത് അവിടെ ഒരു വണ്ടി വേണം. ശരിക്കും ഒരു മരുഭൂമി പോലെ ഫീൽ ചെയ്യുന്നത്. അതെ, ബിസ്ക്കറ്റ് 9 കിലോമീറ്റർ. ബൈക്ക് രസമാണ്. ബൈക്ക് രസമാണ്. അന്ന് ഞാൻ വന്നപ്പം എനിക്ക് മിസ്സായതാ. അല്ല 2 വണ്ടി. ഞാൻ ഇപ്പം നീയും ഞാൻ കൊച്ചു രാവിലൂടെ പോവാ. ഇത് ശരിക്കും നമ്മുടെ മരുഭൂമിക്കകത്ത് പോകുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ആ ക്ലാസ് നദിയിൽ മണ്ണ് കൂനയാണ് അവിടെ കിടക്കുന്നത്. മൺകൂനകളാ. ഇത് നമ്മുടെ ലഡാക്കാണ്, ഹിമാലയാണെന്ന് പറഞ്ഞാലും ഇവിടെയും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നോക്കിയാൽ അറിയാം, നല്ല ശരിക്കും താർമതി ഭൂമിയിലൊക്കെ കാണുന്ന പോലെ. നമ്മൾ കണ്ടിട്ടില്ല, ടിവിയിലേ ഉള്ളൂ. ഒരു ദിവസം ഞങ്ങൾ ഓടിക്കും താർമതി കൂടി. ഇത് നിർത്തുന്നത് മറ്റേ 2 മുഴയുള്ള ഒട്ടകം. വാലിയുടെ പ്രത്യേകതയുള്ള 2 മുഴയുള്ള ഒട്ടകം ഇതാണ്. നുബ്ര വാലിയുടെ 2 മുഴയുള്ള ഒട്ടകം ഇതാണ്. ഇതാണ് നുബ്ര വാലി കാണാനുള്ളത് കേട്ടോ, വേറൊന്നുമില്ല ഇവിടെ. ഇതാണ് നുബ്ര വാലിയിലെ 2 മുഴയുള്ള ഒട്ടകം. ഇത് 2 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നുബ്ര വാലിയിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് മരുഭൂമി പോലെ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ശരിക്കും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ, മൊത്തം മണല, മരുഭൂമി പോലെ. അവിടെ കയറി വന്നപ്പോൾ ഒട്ടകവും, നുബ്ര വാലിയിലെ ഒട്ടകം.